ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി ഓഫീസിലേക്ക് എത്തുകയാണ്. ഓഫീസിലുള്ള 2-3 പെൺപിള്ളേർ വന്നിട്ട് മീനാക്ഷിയെ കളിയാക്കുകയാണ് കേട്ടോ. കാരണം ഒളിച്ചോടി പോയിട്ട് വന്നായിരിക്കുകയാണല്ലോ, അതിൻ്റെ രീതിയിലൊരു കളിയാക്കൊക്കെ നീ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഒളിച്ചോടി കല്യാണം, നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, അവിടെ ബഹളം. അടുത്ത ദിവസം നീ ഓഫീസിലേക്ക്. ഞങ്ങൾ കരുതി നീ മിനിമം 2 ആഴ്ചയെങ്കിലും നീ അവധി എടുക്കുന്ന. നിനക്ക് ഞങ്ങൾ തന്നെ എത്ര നല്ല ആലോചന കൊണ്ടുവന്നു, എന്നിട്ട് നിനക്ക് ഇപ്പോൾ പലവ്യഞ്ജനക്കടക്കാരനെ മതിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, അത് പലവ്യഞ്ജന കച്ചവടക്കാരനൊന്നും അല്ല, ഒരു ചെറുപ്പക്കാരനാണ്, ആകാശ് എന്നാണ് പേര്. ഞാൻ വീട്ടിൽ പറഞ്ഞു, അവർക്ക് താല്പര്യമില്ല, പിന്നെ ഒളിച്ചോടാതെ എന്ത് ചെയ്യും? ഇതൊക്കെ സ്വാഭാവികം. ഒരു കാര്യം ചെയ്യാം, നാളെ എൻ്റെ വകയാ ചിലവ് കേട്ടോ. പിന്നെ എന്നോട് അമ്മച്ചനൊക്കെ പറഞ്ഞാൽ പോണ്ട മോളെ കണ്ട് കൊതി തീർന്നില്ല എന്നൊക്കെ. ഓഫീസിൽ ഇത്രയും വർക്കുള്ളപ്പം ഞാൻ പറഞ്ഞു, വൈകിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും കൂടെ ഇറങ്ങി പോന്നതാണ് എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയുക. ഇവൾക്ക് ഒരു മാറ്റമില്ല, ഇവൾ പഴയ മീനാക്ഷി തന്നെ എന്നൊക്കെ കൂട്ടുകാരിമാർ പെണ്ണുങ്ങളിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, നാളെ എന്തായാലും ബിരിയാണി എൻ്റെ വക, ആരും ചോറ് കൊണ്ടുവരണ്ട. അപ്പോഴാണ് മീനാക്ഷിയോട് വന്നിട്ട്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ ചെയ്ത് തീർക്കട്ടെ എന്ന് മീനാക്ഷി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, കൃഷ്ണമംഗലം ഗ്രൂപ്പിൻ്റെ ക്വാറിയുടെ ആ ഫയലൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന്. കൃഷ്ണമംഗലം ഗ്രൂപ്പോ എന്ന് മീനാക്ഷി ഇന്നിങ്ങനെ ഓർക്കുക. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മീനാക്ഷിക്ക് ഓർമ്മ ഒന്നു തോന്നുന്നു. തലയൊക്കെ കുലുക്കി പതുക്കെ ഒന്ന് വരുത്തി നോക്കുക, കാരണം ഇനി മീനാക്ഷിയുടെ കാല് പിടിക്കണം അവർ. ഗോമതിയാണെങ്കിൽ ആര്യനെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വെപ്പുമില്ല കുടിയില്ലാത്ത അവസ്ഥ. അപ്പോഴേക്കും നമ്മുടെ ബാലൻ വന്നു. നീ വല്ലതും കഴിച്ചോ? ഇല്ല. ബാലൻ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് വന്നത്. അവൾക്ക് ഭക്ഷണം അവിടെ ഇരുത്തി വാരി കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. എന്തായാലും ഗോമതിക്ക് ഫുഡ് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് ബാലൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെ തലമുടി ഇങ്ങനെ മുത്തശ്ശി ചീകൊണ്ടിരിക്കുക. അച്ചമ്മയ്ക്ക് ഇത് മുടി ചീകുമ്പോൾ എന്തെങ്കിലും സുഖം കിട്ടാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അത് അറിയണമെങ്കിൽ നീ മുത്തശ്ശിയാവണം. ഞാൻ മുത്തശ്ശിയൊന്നും ആവില്ല. പിന്നെ നീ മുത്തശ്ശിയാവാതെ ഞാൻ എന്നും ഇതുപോലെ തന്നെ ഇരിക്കും മിസ് മിത്രയായിട്ട്. എടീ തല്ല് മേടിക്കട്ടോ നീയാ. അച്ഛമ്മേ, അപ്പുറത്തെ ഗോമതി അപ്പച്ചിക്കും അച്ഛമ്മ തലമുടി ചീക്കി കൊടുക്കാറുണ്ടായിരുന്നോ? അത് കേട്ടപ്പോഴേക്കും അച്ഛമ്മയാകെ ഫീൽ ചെയ്തു. എന്താ ഫീൽ ചെയ്തോ? അല്ല, എനിക്കറിയാം അച്ഛമ്മയ്ക്ക് ഇപ്പോഴും അപ്പച്ചിന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ വയറ്റിൽ ജനിച്ചതല്ലേ, അച്ഛമ്മയ്ക്ക് ഫീൽ ചെയ്തു അല്ലേ? സോറി അച്ഛമ്മേ എന്ന് മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബത്തിലെ ഗോമതി അമ്മച്ചിനെ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ആ അപ്പച്ചി ഇവിടെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ? ആര്യനില്ലേ, അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു, അവൻ നിൻ്റെ മുറച്ചെറുക്കനാട്ടോ. അച്ഛമ്മ എൻ്റെ ഇടി മേടിക്കരുത് കേട്ടോ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. അവനിങ്ങ് വരട്ടെ, അവൻ്റെ തലമണ്ട ഞാൻ ഒടിച്ച് പൊട്ടിക്കും. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. ഗോമതി അപ്പച്ചിയുടെ മോനായതുകൊണ്ട് അച്ഛമ്മയ്ക്ക് സ്നേഹമായിരിക്കും, പക്ഷേ എനിക്ക് അവൻ അയാളുടെ മോനാ, ആ വൃത്തികെട്ട മനുഷ്യനായ ബാലൻ്റെ മോൻ. അപ്പോഴേക്കും അച്ഛമ്മ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ അച്ഛമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. പറ അച്ഛമ്മേ, എന്താ പറ്റിയേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. നീ നേരെ ഇരിക്കുഞ്ഞേ എന്ന് പറഞ്ഞ് തലമുടി ചെയ്യുക. എന്തായാലും നമ്മുടെ ആര്യനെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ ഗോമതി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഗോമതി ആകെ കലിതുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ധർമ്മൻ കുറേ പലവ്യഞ്ജനമൊക്കെ ആയിട്ട് വന്നു. വീട്ടിലേക്കുള്ളതെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനാ ഇവിടെ പലവ്യഞ്ജനങ്ങൾ? ഞാനിവിടെ ഒന്നും വെക്കുന്നുമില്ല കുടിക്കുന്നുമില്ല. അച്ഛനോടുള്ള ദേഷ്യത്തിന് ആര്യൻ എന്നെ വേണ്ട, ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. കുറ്റമൊക്കെ എപ്പോഴും അമ്മമാർക്കാണല്ലോ, അമ്മമാരോട് എന്തും ആകാമല്ലോ. ആകെ ഭ്രാന്തി പിടിക്കുക എനിക്ക്. അപ്പം അമ്മയുടെ ഫോണാണോ അച്ഛൻ്റെ ഫോണാണോ എന്ന് നോക്കിയല്ല എടുക്കാത്തത്. അവനും ഭ്രാന്ത് കയറി ഇരിക്കുക. അവനായതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. സ്വന്തം വീടാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനിവിടെ നിന്നായിരുന്നെങ്കിലോ? അത് ശരി. അപ്പം ബാലേട്ടന് അവൻ വില കൊടുക്കരുതെന്ന്. ഇതാണ് പ്രശ്നം. എവിടെയും ഭർത്താവിനെ ന്യായീകരിച്ചോണം. എൻ്റെ പൊന്നു ചേച്ചി, അവനിപ്പോൾ ഫുൾ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ അവനിപ്പോൾ ഓഗസ്റ്റ് 15 ആഘോഷിക്കുക. പതാക ഉയർത്തലും മിഠായി വിതരണം നടത്തി സ്വാതന്ത്ര്യദിനം അവൻ ആഘോഷിക്കുക. അവൻ ഹാപ്പിയാണ്. അല്ല, ബാലേട്ടന് ആഹാരം കഴിച്ചോ? ഞാനെങ്ങനെ അറിയാനാ? അതെന്താ നിനക്കറിയാൻ പാടില്ലാത്ത? ചോദിക്കണ്ടേടാ ആഹാരം കഴിച്ചോന്ന്. ഇവിടെ ഒന്നും വെക്കുന്നില്ല എന്ന് പറയുന്നു. ഭർത്താവിനെ ആഹാരം കഴിപ്പിക്കുകയും വേണം. എല്ലാത്തിനും കാരണം അവളാ, ആ മീനാക്ഷി. അപ്പോഴേക്കും മീനാക്ഷി വന്നു. ഗുഡ് ഈവനിങ്. ധർമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മോളെ, ദയവായി ഈ വീട്ടിൽ ഗുഡ് ഈവനിങ് പറയരുത്. വെറുതെ കൈ കാണിച്ചാൽ മാത്രം മതി. ഗുഡ് ഈവനിങ് ആണെന്ന് ഊഹിച്ചോളും.
സർക്കാർ ജോലി ഉണ്ടെന്ന് വെച്ചിട്ട് അവൾക്കെല്ലാം തികഞ്ഞു എന്ന് അവളുടെ വിചാരം. രാവിലെ ബാഗ് എടുത്ത് പോവുക, ഓഫീസിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കുക, വൈകുന്നേരം തിരിച്ചു വരിക. 1-ാം തീയതിയായ ശമ്പളം, അപ്പം പിന്നെ അഹങ്കാരം താനേ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അവിടെ പോയിരിക്കുക. അമ്മേ രാവിലെ ബസ്സിൽ ഇടിച്ചു കുത്തി പോവുക, ഓഫീസർമാരുടെ വഴക്ക് കേൾക്കുക, ഫയലുകളുടെ തലവേദന അനുഭവിക്കുക, അങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ അമ്മയുടെ അഭിപ്രായമൊക്കെ മാറും. വീട്ടുജോലി ചെയ്തിട്ട് പോയ ഓഫീസ് ജോലി, തിരികെ വീണ്ടും വീട്ടുജോലി, അങ്ങനെ ചെയ്യുന്നവരാണ് ഓഫീസിലെ ജോലിക്കാർ പലരും. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ചേച്ചി ടെസ്റ്റ് എഴുതി ജയിച്ചു, ഓഫീസിൽ പോകണം ചേച്ചി, ഓഫീസിൽ പോകണം. അയ്യോ ആദ്യം 10ാം ക്ലാസ് ജയിക്കണോ അല്ലേ? ധർമ്മ, ഞാൻ ആകെ സമനില തെറ്റിയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു, അതാലോചിച്ച് വേണം എന്നോട് എല്ലാവരും സംസാരിക്കാനായിട്ട്, മാറങ്ങോട് എന്നും പറഞ്ഞ് ഗോമതി തുള്ളിക്കൊണ്ട് പോവുക. ചേച്ചി ഒരു പാവമാണ്, ശുദ്ധ ആണ് എന്ന് ഈ ഗോമതിയൊക്കെ പോയി കഴിഞ്ഞപ്പം ധർമ്മൻ മീനാക്ഷിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതുകൊണ്ടല്ലേ എൻ്റെ അളിയച്ചാരെ എപ്പോഴും ദൈവമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം അമ്മ പാവമാണെന്ന്, എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ ആര്യം പോയതിൻ്റെ ഒരു ആദ്യ മനസ്സിൽ അളിയൻ ആര്യനെ ഒന്ന് തിരിച്ചു വിളിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അല്ലെങ്കിൽ അവനായിട്ട് തന്നെ ഒന്ന് തിരിച്ചു വന്നാലും മതിയായിരുന്നു. അപ്പോൾ മീനാക്ഷി തലകുലിക്ക് എന്തോ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗോമതി മുറ്റമടിക്കുകയാണ്. മീനാക്ഷി പതുക്കെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും കൃഷ്ണമംഗലത്തിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാവരും കൂടി അമ്മ അതാ ആകാശിൻ്റെ പെണ്ണ്. അപ്പോൾ 4 എണ്ണം കൂടി മിത്രയും അമ്മായിമാർ 2 പേരും മുത്തശ്ശിയും കൂടി ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും മീനാക്ഷി കണ്ടു അവരിങ്ങനെ എത്തി നോക്കുന്നത്. മീനാക്ഷി ഹായ് കൊടുത്തു കേട്ടോ. മിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല കൊച്ചല്ലേ? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, പിന്നെ തീരെ പോരാ. മീനാക്ഷി ഇറങ്ങി വന്നിട്ട്, അമ്മയെ ഞാൻ തൂക്കാം, അപ്പോൾ ആരുടെ സഹായമൊന്നും വേണ്ട, ഇന്നലെ വരെ ഞാൻ ഇതൊക്കെ ചെയ്തത്, ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി, സഹായിക്കാൻ വന്നിരിക്കുന്നു. അവിടെ കട്ട ഫൈറ്റ് തുടങ്ങിയല്ലോ എന്ന് മിത്ര ഇങ്ങനെ പറയുക കേട്ടോ. അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. പെണ്ണ എന്നെ മണ്ടിയെന്ന് വിളിക്കുന്നോ? അല്ല, ചൂല് താത്തി വെക്കുക. എൻ്റെ പൊന്നെ, ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് അറിയാൻ അപ്പുറത്ത് ചിലർ നോക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കിക്കേ. നീ കാണുന്നതിന് മുമ്പേ ഞാൻ അവരെ കാണുന്നതാ. അപ്പം മിത്ര പറഞ്ഞ് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ മരുമോൾ വന്നിട്ടും അമ്മായി തന്നെ ജോലി ചെയ്യുന്നതെന്ന് കണ്ട അത് അമ്മയ്ക്കല്ലേ ക്ഷീണം. ഇപ്പം തന്നെ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു, അതൊക്കെ കുഴപ്പമേ, മൈനസ് മാർക്കാ. അപ്പം ഗോമതി പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കണ്ട, സമയത്ത് പഠിച്ചായിരുന്നു ഇങ്ങനെ മുറ്റമടിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മീനാക്ഷി പറഞ്ഞു. അപ്പോൾ എന്താ? ഒന്നുമില്ല അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പം അമ്മ എന്നെ മുറ്റമടിക്കാൻ സംഭവിച്ചാൽ അമ്മയ്ക്കാ നേട്ടം, അമ്മയ്ക്ക് എവിടെ നിന്ന് മേൽക്കൈ എന്ന് കാണുന്നവർക്ക് തോന്നും. അങ്ങനെയല്ലേ വേണ്ടത്? അതുമാത്രമല്ല അമ്മേ, കാലമൊക്കെ മാറിപ്പോയിന്നേ. അമ്മായി മരുമകളും കട്ട കമ്പനിയാകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മൾ നല്ല കൂട്ടാണെന്ന് കണ്ടാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും. ചുരുക്കത്തിൽ അമ്മയ്ക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണ്, കൈവിട്ട് കളയരുത്, അത്രയും ഞാൻ പറയണുള്ളൂ. ഗോമതിക്കും ശരിയാണെന്ന് തോന്നി കേട്ടോ. അമ്മയെ ചോലിങ്ങതാ. അമ്മ വീട്ടിനകത്ത് ദേഷ്യപ്പെട്ടോ? നോ പ്രോബ്ലം. അപ്പോൾ ഇവളെ ജോലി ചെയ്യിക്കാനുള്ള അവസരം ഇവൾ തന്നെ ഉണ്ടാക്കി തരുവാണല്ലോ എന്ന് ഗോമതി ആലോചിക്കുക. അമ്മയെ ചൂലുങ്ങ തന്നെ. അമ്മയെ മുറ്റം അടിക്കാൻ പറയാമേ. പറയാം. മോളെ, ആ മുറ്റം ആ ഭാഗം നന്നായിട്ടൊന്ന് വൃത്തിയാക്കണേ. അപ്പോഴേക്കും മീനാക്ഷി, ശരി അമ്മേ. മീനാക്ഷി പറഞ്ഞു, മോളെ എന്നല്ല, മോളൂന്ന് വേണം വിളിക്കാനായിട്ട്. അപ്പോഴേക്കും ഗോമതി, മോളൂ, മുറ്റം അടിച്ചിട്ടേ അടുക്കള ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം കേട്ടോ. ശരി അമ്മേ. അയ്യോ, അവർ തമ്മിൽ ഭയങ്കര അടുപ്പാണല്ലോ. അപ്പം മിത്ര പറഞ്ഞു, ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോഴേക്കും അച്ഛമ്മ വിളിച്ചു വെച്ചു, ഗോമതി നല്ല കുട്ടിയാ കേട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞു, അതെ, ഗോമതിക്കേ നല്ല കുട്ടികളെ കിട്ടത്തുള്ളൂ. അമ്മയുടെ 2 മക്കളില്ലേ, എൻ്റെ 2 ഏട്ടന്മാർ, അവരോടുകൂടെ പറഞ്ഞേരെ ഗോമതിയുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അല്ല, മോക്ക് ജോലി ഉണ്ടല്ലേ? അപ്പോഴേക്ക് ഗോമതി പറഞ്ഞു, ഉണ്ടോന്നോ മോളൂ? അപ്പോഴേക്ക് മോള് കയറി വന്നു കേട്ടോ. എൻ്റെ അമ്മേ, അതെ, വെറും ജോലിയല്ല, ഗവൺമെൻറ് ജോലി എന്ന് ഗോമതി പറയാം കേട്ടോ. അതിനാരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മോളൂൻ്റെ ഓഫീസ് ഏതാ? സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഗോമതിക്ക് പറയാൻ പറ്റുന്നില്ല. സബ് രജിസ്ട്രാർ, ആ ഓഫീസിൽ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തിരിയുന്നില്ല. എന്നിട്ട് കിടന്ന് വെബ്ബ വയ്ക്കുക. മോൾ ഒരു ദിവസം ഓഫീസിൽ ചെന്നില്ലെങ്കിലേ അന്ന് ഓഫീസില്ല.
അപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനൊന്നും ഇല്ല അമ്മേ. ഇതാണ് ഗുരുത്വം. വലിപ്പം കുറച്ചിട്ട് എളുപ്പം കാണിക്കാനുള്ള നിൻ്റെ മനസ്സുണ്ടല്ലോ. ചിലരൊക്കെ അതൊന്ന് കണ്ടു പഠിക്കണം. അപ്പം മിത്ര പറഞ്ഞു അമ്മേ ഇളയമ്മേ കാഴ്ച കണ്ട് നിൽക്കുകയാണോ? എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു തന്നേ. നീ നിൽക്ക്, ഇപ്പം വരാം. ഇപ്പം വേണം. അച്ഛമ്മ വന്നേ അവരെ നമ്മുടെ ശത്രുക്കളാ. വാ. ഇപ്പം ഗോമതി പറഞ്ഞു മോളൂ ഓരോരുത്തർക്ക് അസൂയ വരുന്ന വഴി കണ്ടാ. അപ്പം ഇത്ര ചോദിച്ചാൽ അസൂയോ? നമ്മളെക്കാൾ വലിയ ആൾക്കാരോടല്ലേ നമ്മൾക്ക് അസൂയ തോന്നേണ്ടത്. ദേ 1000 ദേവമംഗലം ചേർന്നാലും ഒരു കൃഷ്ണമംഗലം ആവില്ല. അപ്പോഴേക്കും പക്ഷേ 1000 കൃഷ്ണമംഗലത്തെ വിറപ്പിച്ച് നിർത്താൻ ഒരു ഗോമതി സ്റ്റോഴ്സ് ബാലേട്ടൻ മതി. ബാലേട്ടൻ്റെ തുണയായിട്ട് ആര്യനും കൂടി ഉണ്ടെങ്കിൽ. അപ്പം മിത്ര പറഞ്ഞു ആര്യൻ അവനെ എൻ്റെ കൈ കിട്ടും. ആര്യൻ പോലും ആര്യൻ. അപ്പോഴേക്കും അമ്മായിമ്മേന് പറഞ്ഞു എൻ്റെ പൊന്നു കൊച്ചാൻ മിണ്ടായിരിക്കും, അകത്ത് കയറി പോവും എന്നും പറഞ്ഞ് അച്ഛമ്മ വിളിച്ചോണ്ട് പോവാ. അപ്പം 2 കൂട്ടരും നല്ല ശത്രുതയിലാണ്. ഞാൻ വിചാരിച്ചാൽ ശത്രുത മാറ്റാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം എന്ന് മീനാക്ഷി ഇങ്ങനെ മനസ്സിലോർക്കുക. എന്തായാലും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വേഷമൊക്കെ വേഷമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഈ കാണിക്കുന്നത്. എന്തോ ഒരു കണ്ടിന്യൂഷൻ, അതായത് ഷൂട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് ഓടി വന്ന് മീനാക്ഷി അമ്മയെ തകർത്തമ്മയെന്ന് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും ധർമ്മൻ്റെ നേരെ നോക്കിയിട്ട് എന്ത് തകർത്തുന്ന്, ആര് തകർത്തുന്ന്, എന്നെ സന്തോഷിപ്പിക്കാനും സഹായിക്കാനൊന്നും ഇങ്ങോട്ട് ഓടി വരണ്ട. അപ്പോഴേക്കും അനു പറഞ്ഞു അതിന് ഞങ്ങളെ നോക്കി പറയണത് എന്തിനാ? എൻ്റെ ആരിനി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കളിയാക്കാൻ വന്നിരിക്കുന്നു. ഒരമ്മയാകുമ്പോൾ അറിയാം അമ്മയുടെ നെഞ്ചിലെ തീയ. അമ്മയുടെ മനസ്സറിയാൻ അമ്മയാവണമെന്നില്ല. ഒരു നല്ല മോളായിരുന്നു അറിയാൻ പറ്റുന്നേ. അമ്മയ്ക്ക് വിഷമമുണ്ട്, അതെനിക്കറിയാം. മോനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദനയെക്കുറിച്ച് അമ്മ പറഞ്ഞു. പക്ഷേ മോളെ പിരിഞ്ഞിരിക്കുന്ന അപ്പുറത്തെ അമ്മയുടെ വേദന ഈ അമ്മയുടെ മോള് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ധർമ്മൻ പറഞ്ഞു ചേച്ചിയുടെ ഉത്തരം എനിക്കിവിടെ കേൾക്കാമായിരുന്നു. കുറേ പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് തർക്കിച്ച് ജയിക്കുക അല്ലേ എന്ന് അനുവിനോട് ചോദിക്കുക. അപ്പോഴേക്കും അനു ചോദിച്ചാൽ ഇനി ഞാൻ എന്താ ചെയ്തത്, എന്നോടാണോ പറയണത്? ഇങ്ങനെ 2 ചോദ്യം ചോദിച്ചാൽ ബാക്കിയുള്ളവർ പിന്നെ മിണ്ടത്തില്ലല്ലോ. സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം തത്വം പറയുന്നു. അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഓക്കെ അമ്മേ, ഓക്കെ അത് പോട്ടെ. അമ്മേ ഞാൻ ഇന്ന് ആര്യനെ കണ്ടായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് ഗോമതി നോക്കുക. എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? അവൻ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഗോമതി ചോദിക്കുക. അവൻ എന്നെ അന്വേഷിച്ചോ? അപ്പം മീനാക്ഷി പറഞ്ഞു അന്വേഷിച്ചു. എന്നെ കാണാൻ എൻ്റെ അമ്മ വന്നില്ലല്ലോ ഏട്ടത്തി എന്നും പറഞ്ഞ് അവൻ കണ്ണ് നിറഞ്ഞ് ചോദിച്ചു എന്ന് മീനാക്ഷി പറയുക. അപ്പോൾ ധർമ്മൻ അറിയാതെ കള്ള വന്നേ. ഞാൻ അവനെ എത്ര വട്ടം വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ലല്ലോ. അതും അവൻ പറഞ്ഞു. അമ്മയുടെ ശബ്ദം കേൾക്കല്ല, അമ്മയെ നേരിട്ട് കാണുക വേണ്ടേന്നും അവൻ പറഞ്ഞു. ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്ന് അവൻ പറഞ്ഞത്. ഈശ്വരാന്ന് പറഞ്ഞു ഗോമതി ഭയങ്കരമായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഓർക്കും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇത് തള്ളണാണോന്ന്. എന്നിട്ട് കാരണം ടെലിഫോൺ വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ധർമ്മൻ ഇങ്ങനെ ഓർക്കുക. അമ്പ ചെന്ന് ആര്യനെ വിളിക്കണം. അപ്പോൾ അനു പറഞ്ഞു അയ്യോ അച്ഛനെ പോലെ തന്നെ അവകാശം അമ്മയ്ക്കും ഇല്ലേ? ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവിന് തിരുത്താൻ അവകാശമുള്ള പോലെ ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യയ്ക്കും തിരുത്താൻ പാടില്ലേ? ഞാനൊരിക്കലും അമ്മയെ നിർബന്ധിക്കില്ല, തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ് എന്ന് മീനാക്ഷി പറയുക കേട്ടോ. ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മീനാക്ഷി വീണ്ടും പറഞ്ഞു അമ്മയുടെ വയറ്റിൽ 10 മാസം കിടന്ന മോന ആര്യൻ. അമ്മയുടെ പാലാണ് അവൻ്റെ രക്തം. അമ്മയുടെ താരാട്ട് കേട്ടല്ലേ അവൻ ഉറങ്ങിയിരുന്നത്, അമ്മയുടെ വിളി കേട്ടല്ലേ അവൻ ഉണർന്നുകൊണ്ടിരുന്നത്, അമ്മയുടെ മടി കിടന്നല്ലേ അവൻ കൈകാലിട്ട് അടിച്ചത് അല്ലേ? അങ്ങനെയല്ലേ എന്നൊക്കെ മീനാക്ഷി ചോദിച്ചപ്പോഴേക്കും ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആര്യനെക്കുറിച്ച് ഓർത്ത്. അമ്മ ചെന്ന് വിളിക്ക്, അമ്മയുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുക ആര്യൻ. അപ്പോഴേക്കും അവൻ വന്ന ബാലേട്ടൻ അവനെ വീണ്ടും തല്ലില്ലേ? ഇല്ല അമ്മേ, അച്ഛനും ആര്യനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലോ ഇറങ്ങിപ്പോവാനും പറഞ്ഞു. അഭിമാനം കാരണം തിരിച്ചു വിളിക്കാനും പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ അച്ഛൻ എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും, ഒന്ന് വിളിക്ക് എന്ന് അമ്മയൊന്ന് ചെന്ന് കാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ഇനി നാളത്തെ കഥയിൽ നമ്മുടെ മീനാക്ഷി വന്നിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഗോമതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ. അത് മാത്രമല്ല അവിടെ ഭയങ്കരമായിട്ട്, അതായത് മാറ്റിമറിക്കാനായിട്ട് ഈ മീനാക്ഷിക്ക് പറ്റുന്നുണ്ട്. ആര്യനെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഗോമതി.